കന്നഡയിൽ നിന്ന് ഒരു പുതിയ പടത്തിന് ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിരുന്നു. മാർക്ക് എന്ന് പറഞ്ഞ വിജയ് കാർത്തിക്, അതായത് ഇതിനു മുമ്പ് പുള്ളി മാക്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു കിച്ച സുദീപുമായിട്ട്. കിച്ച സുദീപുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാണ് മാർക്ക്. അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ കന്നഡ ട്രെയിലറാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് സബ് ടൈറ്റിൽ. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ಅಶೋಕ್ ನಗರ ಲಿಮಿಟ್ಸಲ್ಲಿ 5 ಮಕ್ಕಳು, JK ನಗರ ಲಿಮಿಟ್ಸಲ್ಲಿ 7 ಮಕ್ಕಳು, ಕೃಷ್ಣನಗರದಲ್ಲಿ 6, ಟೋಟಲ್ 15 ಮಕ್ಕಳು ಸರ್. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യണോ? ವೈಲೆನ್ಸ್ ನೀನು ಸಸ್ಪೆನ್ಷನಲ್ಲಿ ಇರೋದಕ್ಕೂ ನಾನು ಅಧಿಕಾರ ಕಳ್ಕೊಂಡು ಅಪೋಸಿಷನಲ್ಲಿ ಇರೋದಕ್ಕೂ ಕಾರಣ ಆಗಿರೋ ಅಧಿಕೇಶದ ಈಗ ನಮ್ಮ സൈഡ് വെച്ചാൽ കന്നഡ ഇല്ലില്ല, ടീച്ചർ കണ്ടിട്ടില്ലേ? യോഗി ബാബു ಫಸ್ಟ್ ಟೈಮ್ ನನ್ನ ಇಷ್ಟು ಕ್ಲೋಸ್ ಅಪ್ ಅಲ್ಲಿ ನೋಡ್ತಾ ಇದ್ದೀರಾ ಸ್ಟೀಫನ್? ഒരു സ്വാതന്ത്ര്യം. ಮಕ್ಕಳನ್ನ ಕಿಡ್ನಾಪ್ ಮಾಡ್ಕೊಂಡು ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಹುಡುಕಿದ್ರೆ ಸಿಕ್ಕದು ಬರೀ ಡೆಡ್ ಬಾಡಿ. ಅಚ್ಚನಿಗೆ ಇನ್ನೂ ಅತಿಥಿಗೆ ಕರ್ಕೊಂಡು ಬರೋದು ನನ್ನ ಜವಾಬ್ದಾರಿ. ಹೋಗೋ ಒಂದು ದಿವಸ ನೀನೇ ಜವಾಬ್ದಾರಿ. Your time starts now. ಬಂದೆ ಅನ್ಕೋ. 6 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണോ? ಅಜಿನೇಶ್ ಮ್ಯೂಸಿಕ್. ಬರೋದಕ್ಕೆ ಲೇಟ್ ಆಗೋದು, ಚಿರತೆ ಓಡ್ಕೊಂಡು ಬರೋದಕ್ಕೆ ಲೇಟ್ ಆಗೋದು. ಇದು ಮಾರ್ಕ್. പറക്ക അടിയാണല്ലോ. ക്രിസ്മസ് റിലീസാണ്. അതിന് ശരിക്കും പുള്ളി അങ്ങനെയല്ലോ ഉണ്ടോ? ആണെന്ന് തോന്നുന്നു, വലിക്കായിരിക്കും. മെറ്റാ റെഫറൻസ് ആണ് ശരിക്കും. പുള്ളി വലിച്ചിട്ട് അതിനിട്ട് കട്ട് ഡൗൺ ഓൺ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതെ അതെ, അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. എന്തായാലും ഈ ഫൈറ്റ് 6 പേരുള്ളതിൻ്റെ ഒരു അപ്പോൾ 6 ഫൈറ്റ് മാസ്റ്റേഴ്സ് വരുമ്പോൾ തന്നെ 6 ഫൈറ്റ് ചെയ്യണമെന്ന് ഉറപ്പിക്കാം. പക്ഷെ 6 ഫൈറ്റ് ആയിരിക്കില്ല, മനസ്സിലായോ? ചിലപ്പം 1-2 എക്സ്ട്രാ ഫൈറ്റുകൾ കാണുമായിരിക്കും. എനിക്ക് ആക്ച്വലി ഈ മാക്സ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്, അതിൻ്റെ റിവ്യൂ അപ്പോൾ ഇറങ്ങി ഞാൻ റിവ്യൂ കണ്ടപ്പം ഒരുപാട് പേര് നല്ല റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് പടം വർക്കായി. അതായത് പുള്ളി, ഈ പടത്തിൻ്റെ ഡയറക്ടർ തമിഴാണ്. അപ്പോൾ പുള്ളി ആക്ച്വലി കൈദിയുടെ ഭയങ്കര വലിയ ഫാനാണ്, ലോകേഷിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് സീക്വൻസ് അത് പടം മാക്സ് ഒരു 1 നൈറ്റ് സ്റ്റോറിയാണ്, ഫുൾ ഓഫ് ആക്ഷനാണ്. ആക്ഷൻ തന്നെയാണ് കംപ്ലീറ്റ്ലി. അത് ഇതേപോലെ തന്നെ ഒരു ചെറിയ സ്റ്റോറി വെച്ചിട്ട് ഒരു 1 നൈറ്റിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട്, എക്സ്ട്രാ വേറെ ട്രാക്കൊന്നും ഇല്ല, അനാവശ്യ പാട്ട് ഡാൻസ് പരിപാടികളൊന്നും ഇല്ലാതെ തുടക്കം ഒടുക്കം വരെ ഒരൊറ്റ സ്ട്രെച്ച്. നമ്മൾ പടം ഇംഗ്ലീഷ് പടത്തിൽ കാണുന്നില്ല. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ജോണർ പടമുണ്ട്, ആക്ഷൻ ജോണർ പടത്തിൽ ആ ഒരു മീറ്ററിലാണ് പോകണം. ഇപ്പോൾ കൈദി അങ്ങനെയല്ല, എക്സ്ട്രാ റൂട്ടൊന്നും എടുക്കാതെ ഒരേ സ്ട്രെച്ചിൽ പോലെ അതേപോലെ പടമാണ് മാക്സ്. അപ്പോൾ അത് നല്ല, അന്ന് കണ്ടപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നി എനിക്ക് പടം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡയറക്ടർക്ക് ആക്ച്വലി ഒരു സ്കില്ലുണ്ട് ഈ ടൈപ്പ് ഓഫ് പടം എടുക്കാൻ. പുള്ളി തന്നെയാണ് എഴുതുന്നത്. പക്ഷേ നമ്മളിത് കുറച്ചധികം കണ്ട് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ അതിനകത്ത്. പുതിയ കഥാപരിസരം മാത്രമേ മാറുന്നുള്ളൂ, കഥകൾ എല്ലാം ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ കാണുന്നില്ല. ഇതിനകത്ത് ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വിഷ്വലി ഭയങ്കര രസമാണ്. ഇപ്പോൾ ഫ്രെയിം ടു ഫ്രെയിം കാണാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ആക്ച്വലി കുറച്ചധികം എക്സോസ്റ്റഡായി ഈ ടൈപ്പ് ഓഫ് ആക്ഷൻ പടങ്ങൾ കണ്ട്. ഞാനും പേഴ്സണലി ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ള രസമുണ്ടെന്നുള്ളത് അല്ലാതെ അതിലേക്ക് ഭയങ്കര അഭിപ്രായം വന്നാൽ മാത്രമേ എനിക്ക് കാണാൻ. അതായത് നമുക്ക് ഇപ്പം ഈ ആക്ഷൻ പടങ്ങളിൽ നിന്ന് ഹൈ കിട്ടുന്നത് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് എനിക്ക്. അതായത് നമ്മൾ ഈ ഒന്നുകിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സെറ്റിംഗ്, എന്തെങ്കിലും പരിപാടിയിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് വേണം. ഇതിപ്പം കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു നായകൻ വരുന്നു, കുറേ വില്ലന്മാർ, എല്ലാവരെയും അടിച്ച് നായകൻ ജയിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവം വന്നാലേ അത് കുറച്ചുകൂടെ ഇപ്പം എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമില്ല. ജയിക്കും, അത് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഏത് നായകൻ എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ മൂവി ടു മൂവി.
അതായത് നായകൻ ആദ്യമേ നായകനെ കൊണ്ടുവരുന്ന തന്നെ നായകൻ വന്ന 10 പേരെ അടിക്കും 100 പേരെ അടിക്കും എന്ന് പറഞ്ഞാൽ അതിലെ നായകനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നായകന് മുമ്പിൽ എത്ര പേര് വന്നാലും നമുക്ക് ആ കഥയ്ക്കകത്ത് ഇയാൾ എത്ര പേര് വന്നാലും ഇയാൾ അടിക്കും. ഇപ്പം വേൾഡ് സിനിമ എടുക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും അടിച്ച് ജയിക്കുന്ന തോക്കും പീരങ്കിയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോൾ തൃശ്ശൂലം, അതെ, കമ്പിപ്പാര, തമിഴ് തെലുങ്കിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും പലതരം വെപ്പൺസ് ഒക്കെ കൊണ്ടുവരും. അതെ അതെ. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എല്ലാ രാജ്യത്തെയും പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോൾ മാത്രമേ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ വെറൈറ്റി നമ്മൾ കുറച്ചധികം കണ്ട് അത് എക്സോസ്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോഴും ഇത് കുറച്ച് ഈ ബഹളം പരിപാടി എനിക്കിപ്പോൾ കുറച്ച് മടുത്തിരിക്കുകയാണ്. അതായത് നമുക്ക് മടുത്തുന്നേ പറയുന്നുള്ളൂ. അതെ, ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം ഓഡിയൻസ് ഉള്ളതാണ് ഇങ്ങനെ സിനിമകൾ ഉണ്ടാക്കുന്നത്. അതെ, ഇങ്ങനെ പടം ഇറങ്ങരുതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമുക്ക് ബേസിക്കലി നമ്മുടെ സംഭവം ഇത്ര ഉള്ളത്. അതായത് ഇങ്ങനത്തെ സിനിമ ഞാനും തിയേറ്ററിൽ പോയി ഇത് കാണുന്ന ആളാണ്. നല്ല പടമാണ്, ആസ്വദിക്കും നമ്മൾ. പക്ഷേ ഇത് ഈ ടൈപ്പ് ഓഫ് ഫിലിം കുറച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് കുറച്ച് ലൂസായി തുടങ്ങിയിരിക്കുക ഇങ്ങനത്തെ സിനിമകളോട്. ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഇങ്ങനത്തെ പടങ്ങൾ. എനിക്കൊന്ന് അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് കാലമായിട്ട് ഇപ്പം ഈ മലയാള സിനിമയ്ക്ക് ഒരു പേരുണ്ടല്ലോ, എനിക്കൊന്ന് നമ്മുടെ ഇവിടെ നിന്നാണ് ഈ ടൈപ്പ് പടങ്ങൾ ഏറ്റവും കുറവ്. അതെ, അതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിക്കും ഈ ജോണർ, അതായത് അവരുടെ മെയിൻ സൂപ്പർ സ്റ്റാറിന്റെ പടം എന്ന് പറഞ്ഞാൽ നായകൻ ഒരു 100 പേരെ അടിക്കുന്ന ഒരാളാണ് എന്നുള്ള ലൈനിൽ തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ആളാണ് ആക്ച്വലി കിച്ചാ സുദീപ്. പുള്ളി അത്യാവശ്യം കൊമേഴ്ഷ്യൽ പടമാണെങ്കിൽ പോലും പുള്ളിക്കൊരു റേഞ്ച് ഉണ്ട് ഈ എല്ലാ ടൈപ്പ് പടങ്ങളും. ഞാൻ ആക്ച്വലി വിക്രാന്ത് റോണ കണ്ടപ്പോൾ കുറച്ചധികം ആസ്വദിച്ചു. അത് പടം ഫുള്ള് ഗംഭീരം എന്ന് പറയത്തില്ല, പക്ഷെ അത് കുറച്ച് വെൽമെയ്ഡ് നല്ല സീക്വൻസ്. അത് ഈ പറയുന്ന പോലെ നായകൻ ചുമ്മാ ഒന്ന് അടിച്ചിടുന്ന ലൈൻ പടമല്ല. പക്ഷേ എന്നാലും പുള്ളിയെ കാണിക്കുമ്പോഴേ പുള്ളിയുടെ ക്യാരക്ടറെ കാണിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പുള്ളിയുടെ ക്യാരക്ടർ മാസാണ്. പടം പുള്ളി സെലക്ട് ചെയ്തൊരു പടത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടല്ലോ. അത് തന്നെ. ഇപ്പം മാക്സിന്റെ വിജയം കൊണ്ട് തന്നെയാണ് വിജയകാർത്തികയെ കൊണ്ട് അടുത്ത പടം പുള്ളിയുടെ വിജയകാർത്തിക ഡയറക്ടറുടെ 2ാമത്തെ പടം ഇത്. അപ്പോൾ അത് വീണ്ടും മാർക്ക് എന്നുള്ള പേരിൽ സെയിം ഒരു കോമ്പിനേഷൻ, ഈ നൈറ്റ് ഫൈറ്റ് അതേ പരിപാടി. ഇപ്പോൾ അജിനേഷാണ് അതിനകത്ത് മ്യൂസിക് അത് തന്നെ. അപ്പോൾ ആ ഫുൾ ടീമിനെ കൊണ്ടുവന്ന് വീണ്ടും അതേ ഒരു പാറ്റേണിൽ ആ ഒരു സക്സസ് ഫോർമുല വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഏതായാലും അൾട്ടിമേറ്റ് മാച്ചോ മാൻ ഇമേജിന് ഇപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം ഞാനത് ആസ്വദിക്കുന്നുള്ളൂ, പക്ഷേ എനിക്കത് കുറച്ച് ടയർഡായതേ ഉള്ളൂ. അപ്പം നമുക്ക് 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസ്. ഇതിൻ്റെ തമിഴ് മലയാളം എല്ലാം വേർഷൻ ഇറങ്ങുന്നുണ്ട്. സോ നോക്കാം, കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് നമ്മളതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ആക്ച്വലി മാക്സിനെ പറ്റി ഞാനൊരു ഡിസ്കഷനിൽ അന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. എനിക്ക് നിങ്ങൾ കണ്ടില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തത്. ഓക്കെ.